Hi students, this is actually the continuation of the previous video that I already uploaded so far. I already uploaded a video on the Theologian's Nightmare by Bertrand Russell. That was actually the part 1. This is the part 2 of the video. Okay, so I would continue from where I stopped in the previous video. We were talking about the significance of the character janitor in the end part of the previous video. കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് സംസാരിച്ചുകൊണ്ടിരുന്നത് ജാനിറ്റർ ഗേറ്റ് കീപ്പർ ആയിട്ടുള്ള ജാനിറ്ററിൻ്റെ സിംബോളിക് സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ടായിരുന്നു. അദ്ദേഹം ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പേഴ്സൺ അല്ല. നമുക്ക് ഒറ്റ നോട്ടത്തിൽ അദ്ദേഹം ഒരു ഗേറ്റ് കീപ്പറാണ്, ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്ന് തോന്നുമെങ്കിലും ശരിക്കും കോസ്മിക് ഓർഡറിൽ മനുഷ്യനേക്കാളും എത്ര സിഗ്നിഫിക്കൻ്റ് ആണ് വേറെ പ്ലാനറ്റുകളിലുള്ള, വേറെ ഭൂമി ഒഴികെയുള്ള സ്ഥലങ്ങളിലുള്ള ഇൻസിഗ്നിഫിക്കൻ്റ് ക്രിയേച്ചേഴ്സ് എന്ന് കാണിക്കുന്ന ഒരു ക്രിയേറ്ററായിട്ടാണ്, ഒരു ക്യാരക്ടറായിട്ടാണ് ജാനിറ്ററിനെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. വിച്ച് മീൻസ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ആർ ദാറ്റ് മച്ച് ഇൻസിഗ്നിഫിക്കൻ്റ് ഇൻ ദി കോസ്മിക് ഓർഡർ. മാത്രമല്ല ജാനിറ്റർ മനുഷ്യന്മാരുടെ ആന്ത്രപ്പോസെൻട്രിസം അല്ലെങ്കിൽ ആരഗൻസ് ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുകളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടും കൂടിയാണ് വരുന്നത്. ഓക്കെ, സോ ബൈ പ്ലേസിങ് എ ജാനിറ്റർ ഇൻസ്റ്റെഡ് ഓഫ് എ പവർഫുൾ ഏഞ്ചൽ അറ്റ് ദ ഗേറ്റ്, ദ ഓതർ ബർട്രൻഡ് റസൽ യൂസസ് എ സറ്റയർ ടു ഹംബിൾ ഹ്യൂമൻ പ്രൈഡ്. അതായത് ഒരു ഏഞ്ചലിനെ അവിടെ പ്രതിഷ്ഠിക്കുന്നതിന് പകരം ജാനിറ്റർ തന്നെ വരാൻ കാരണം മനുഷ്യന്മാർ അത്രത്തോളം ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. ഓക്കെ, സോ വൈ എ ജാനിറ്റർ? എന്തുകൊണ്ട് ജാനിറ്റർ ഇൻസ്റ്റെഡ് ഓഫ് എൻ ഏഞ്ചൽ അറ്റ് ദ ഗേറ്റ് ഓഫ് ദി ഹെവൻ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ടു ഷോ ദാറ്റ് ഈവൻ ദി ലോവസ്റ്റ് ഒഫീഷ്യൽ ഇൻ ഹെവൻ സീസ് ഹ്യൂമൻ ആസ് ട്രിവിയൽ. അതായത് സ്വർഗത്തിലെ ലോവസ്റ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽസിന് പോലും മനുഷ്യന്മാരെക്കാളും വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ അത്രത്തോളം ട്രിവിയൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇറ്റ് ഓൾസോ ക്രിയേറ്റ്സ് എൻ ഐറണി. എന്താണ് ഐറണി എന്ന് പറഞ്ഞാൽ? വിരോധാഭാസം അല്ലേ. അതായത് ഒരു പ്രൗഡായിട്ടുള്ള തിയോളജിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് എന്ന് തോന്നിക്കുന്ന ഒരു ജാനിറ്ററാണ്. സോ ദാറ്റ്സ് ദ ഐറണി. ഓക്കെ, നോളജബിളായ പേഴ്സണെ ചോദ്യം ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ നോളജ് ഇൻവാലിഡ് ആണെന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോളജ് എത്രത്തോളം ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നത് ഒരു ഗേറ്റ് കീപ്പറാണ്. സോ ദാറ്റ്സ് ദ ഐറണി. മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ ടു സജസ്റ്റ് ദാറ്റ് ഹെവൻ ഈസ് ഓർഗനൈസ്ഡ് ലൈക്ക് എ ബ്യൂറോക്രാറ്റിക് സെറ്റപ്പ്, റെഡ്യൂസിങ് റിലീജിയസ് ഗ്രാൻഡ്യൂർ ടു കോമഡി. നമ്മൾ പൊതുവെ വിശ്വസിക്കാറ് സ്വർഗം എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെയുള്ള സ്ഥലമാണ്, ഈക്വലാണ്, അവിടെ രാജാവെന്നോ പ്രജകളെന്നോ ഒന്നും ഇല്ല എന്നാണല്ലോ വിചാരിക്കണേ. പക്ഷേ ഇതൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തിട്ട് തിയോളജിയനായിട്ടുള്ള താഡിയസ് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ആ ബ്യൂറോക്രാറ്റിക് ഓർഡർ അവിടെ കാണുന്നുണ്ട്. ആദ്യം തന്നെ അവിടെയുള്ള വലിയ ദൈവമോ അല്ലെങ്കിൽ എന്താ പറയുക, ഈ സ്വർഗത്തിലെ ഹൈ പൊസിഷനിലുള്ള ആളുകളല്ല അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിന് ഗേറ്റ് കീപ്പർ മുതൽക്ക് ആ ഒരു എന്താ പറയുക ക്രോണോളജിക്കൽ ഓർഡർ, ബ്യൂറോക്രാറ്റിക് ഓർഡർ, ഏറ്റവും താഴെക്കടയിലുള്ളവർ, പിന്നെ അതിൻ്റെ മുകൾക്കിടയിലുള്ളവർ, ആ സാധനം അവിടെ ഉണ്ട്. അപ്പോൾ റിലീജിയസ് വിശ്വാസം തെറ്റാണ് എന്ന് പറയാനാണ് ശരിക്കും ബർട്രൻഡ് റസൽ ഇവിടെ ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ചിലപ്പോൾ എന്താണ് കോസ്മിക് ഓർഡർ എന്ന് പറഞ്ഞാൽ. ഞാൻ ഒരുപാട് സ്ഥലത്ത് അത് ഇൻഡയറക്റ്റ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. കോസ്മിക് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രപഞ്ചത്തിലെ ഗാലക്സികൾ, സ്റ്റാറുകൾ, പ്ലാനറ്റുകൾ എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സൽ ഓർഡറിനെയാണ് കോസ്മിക് ഓർഡർ എന്ന് പറയുക. ദ വേ the entire universe is organized. What are the themes of this particular story? Theme number 1, human insignificance in the universe. Critique of anthropocentrism. Human-centered idea criticize ചെയ്യാണ്. Satire on religious beliefs and pride. Limitations of human knowledge. Science versus religious dogma. Bureaucratization of heaven. So these are all the themes of this particular story. So that's all about this chapter. If you have any questions or queries to ask, you can
comment below. If possible, I would try to include your questions or comments. If possible, I would address. Okay, I would address your questions and comments in the coming videos. Okay, thank you. Have a nice day.